നടിയെ ആക്രമിച്ച കേസിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദിലീപ്. തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടും. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നും ദിലീപ് വാദിക്കുന്നു. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടി. ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിൽ ഒരു ഗൂഢാലോചന തുടങ്ങിയത് മഞ്ജു ഗൂഢാലോചന എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് എന്ന്. അതിനൊപ്പം തന്നെ ദിലീപിന്റെ അഭിഭാഷകനും പറഞ്ഞു ഇതിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥ ഈ കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഈ ഗൂഢാലോചന തുടങ്ങിയത്. അവർ അകാരണമായി ദിലീപിനെ ഇതിൽ പ്രതിയാക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ദിലീപ് എന്തായാലും ഒരു നിയമ നടപടിയിലേക്ക് തന്നെ പോവുകയാണ് എന്നാണ്. ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ദിലീപിന്റെ നിയമ നടപടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസുകൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിചാരണ കഴിഞ്ഞ ഈ കേസിന്റെ വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉറപ്പായും ഇതിൽ ഒരു നിയമ നടപടിക്കും ഈ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനും തന്നെയാണ് നടന്റെ തീരുമാനം. അതിൽ പ്രധാന ശത്രു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. തന്നെ ഒരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രി പോലും ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് തന്റെ പേര് വിലച്ചഴിച്ച് ഗൂഢാലോചന കുറ്റം ചുമത്തി തന്നെ പ്രതി ചേർക്കുകയായിരുന്നു. തന്നെ 1 മണിക്കൂർ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്ത് അത് 12 മണിക്കൂറാക്കി ഉദ്യോഗസ്ഥർ പുറത്തു പറഞ്ഞുകൊടുത്ത് മാധ്യമങ്ങളിലൂടെ പലതും ചോർത്തി തന്റെ കഴിഞ്ഞ 7 വർഷത്തെ കരിയറും ജീവിതവും നശിപ്പിച്ച ആളുകൾക്കെതിരെ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് നടന്റെ തീരുമാനം. ദിലീപിനെ പ്രതി ചേർത്തതും ദിലീപിനെ ചോദ്യം ചെയ്തതും ദിലീപിന്റെ അറസ്റ്റും ഒക്കെ ദിലീപ് പറയുന്നത് ഇതൊരു പ്രത്യേക സംഘത്തിന്റെ ഗൂഢാലോചനയാണ്, അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയല്ല. ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത 6 പ്രതികൾക്ക് അപ്പുറം മറ്റാരും ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് തന്നിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നൊക്കെയാണ് ദിലീപ് പറയുന്നത്. അതിൽ എന്തായാലും ഇനി നടപടിയെടുക്കാൻ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ വിധിപ്പകർപ്പ് ഇനി 12-ാം തീയതിയാണ് കിട്ടുക. അതിനുശേഷം അതുകൂടി വായിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.